ഫിയക്കുട്ടിയുടെ ലൈഫിൽ ഒരു ബിഗ്ഗസ്റ്റ് ഡേ ആണ് കേട്ടോ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ കേരളത്തിലെ തൃശ്ശൂർ ജില്ലയിലെ ഇൻഡോർ സ്റ്റേഡിയത്തിൽ നടക്കുന്ന നാഷണൽ അബാക്കസ് കോമ്പറ്റീഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പോവാണ് കേട്ടോ. നമ്മള് ജാനുവരി 13 നമ്മുടെ കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നത്. മോർണിംഗ് 11 എത്തണം കേട്ടോ. അവിടെ 12 എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നത്. അങ്ങനെ നമ്മൾ 11 ആയപ്പോ അവിടെ എത്തി. ഒരുപാട് കുട്ടികൾ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പൊ തന്നെ കുട്ടിയുടെ ഫ്രണ്ടിൽ എച്ചും ഉണ്ടായിരുന്നു നമ്മുടെ കൂടെ. നമ്മൾ ഒരുമിച്ചാണ് വന്നത്. കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേനും ഫിയ ചോദിച്ചു തുടങ്ങി, എന്താ എക്സാം തുടങ്ങാത്ത, എപ്പോഴാ എക്സാം തുടങ്ങാന്ന് പറഞ്ഞിട്ട് വെയിറ്റ് ചെയ്ത് നമ്മുടെ ഫിയാക്കും ലച്ചുവിനൊക്കെ മടുത്തു കേട്ടോ. അങ്ങനെ ഒരുപാട് നേരത്തെ കാത്തിരിപ്പുകൾക്കൊടുവിൽ നമ്മുടെ ടീച്ചേഴ്സ് കാറ്റഗറീസ് ആയിട്ട് കുട്ടികളെ തിരിച്ചിരുത്തി തുടങ്ങിട്ടോ. ഫീ കുട്ടി RB2 കാറ്റഗറി ആണ്. ഏറ്റവും അറ്റത്താണ് ഫീ ഇരിക്കുന്നത്. ആ ഗ്രീൻ കളർ കോട്ടിട്ടിരിക്കുന്നതാണ് നമ്മുടെ ഫീ കുട്ടി. ഇന്ത്യയിലെ തന്നെ പല സംസ്ഥാനങ്ങളിൽ നിന്നായിട്ട് 2500ഓളം കുട്ടികൾ ഈ നാഷണൽ ലെവൽ അബാക്കസ് കോമ്പറ്റീഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഫൈനലി കാത്തിരുന്ന് നമ്മുടെ എക്സാം സ്റ്റാർട്ട് ചെയ്തു കേട്ടോ. 8 മിനിറ്റ് ആണ് നമ്മുടെ എക്സാമിന്റെ ടൈം. അടിച്ചതും എല്ലാവരും പേപ്പർ മറക്കുന്നത് കാണാൻ നല്ല രസമാണ് കേട്ടോ. അങ്ങനെ 8 മിനിറ്റ് കഴിഞ്ഞപ്പോൾ എല്ലാവരും എക്സാം നിർത്തി. അത് കഴിഞ്ഞിട്ട് ഇനോഗ്രേഷൻ ആണ് കേട്ടോ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഇനോഗ്രേഷൻ എല്ലാം കഴിഞ്ഞിരിക്കുമ്പോഴാണ് നമ്മുടെ ഫിയക്കുട്ടിയുടെ ബെസ്റ്റ് ഫ്രണ്ടായി മുന്നിക്ക, അതായത് നമ്മുടെ ആരോണിനെ കണ്ടത് കേട്ടോ. ഇവർ രണ്ടുപേരും ഭയങ്കര ഫ്രണ്ട്സ് ആണ്. പിന്നെ എനിക്കിവിടെ ഏറ്റവും കൂടുതൽ ഇഷ്ടമായ സംഭവം ഈ ട്രോഫീസ് ആണ് കേട്ടോ. ഈ എല്ലാ ട്രോഫീസും ഇരിക്കുന്ന കാണാൻ നല്ല രസമാണ്. വെറൈറ്റി മോഡൽസിൽ പല കളേഴ്സിലായതുകൊണ്ടാണ് കേട്ടോ ഇത്രയും ഭംഗി. നമ്മുടെ സ്റ്റേജിൽ തന്നെ ഏറ്റവും കൂടുതൽ ബ്യൂട്ടിഫുൾ ആക്കേണ്ട ഈ ട്രോഫീസിന്റെ അറേഞ്ച്മെന്റ് ആണ് കേട്ടോ. എക്സാം കഴിഞ്ഞപ്പോൾ നമ്മുടെ ഫിയക്കുട്ടിയുടെ ബെസ്റ്റ് തന്നെ പെർഫോം ചെയ്തിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. പക്ഷെ റിസൾട്ട് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ 4 വരെ വെയിറ്റ് ചെയ്യണം കേട്ടോ. 4 നമ്മുടെ റിസൾട്ട് അനൗൺസിങ്. അങ്ങനത്തെ 4 വരെ നമ്മൾ അവിടെ വെയിറ്റ് ചെയ്തു കേട്ടോ. അപ്പോൾ തന്നെ എല്ലാ കുട്ടികളും കളിയായി. അങ്ങനത്തെ നമ്മുടെ കുട്ടികളുടെ പാട്ടും സ്റ്റാൻഡപ്പ് കോമഡിയും എല്ലാം ഉണ്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഓരോ കാറ്റഗറീസിൻ്റെ ആയിട്ട് റിസൾട്ട്സ് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. അങ്ങനെ എല്ലാവരും ഭയങ്കര വെയിറ്റിങ്ങിലാണ് കേട്ടോ. അങ്ങനെ ഒരുപാട് നേരത്തെ കാത്തിരിപ്പിന് ശേഷം നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു റിസൾട്ട് തന്നെ നമുക്ക് കിട്ടിട്ടോ. ഇംഗ്ലീഷ് മീഡിയം പോകണക്കാട് തൃശ്ശൂർ ആൽഫിയ. അങ്ങനെ നാഷണൽ ലെവൽ അബാക്കസ് കോമ്പറ്റീഷനിൽ ഫിയാക്ക് ഫസ്റ്റ് പ്രൈസ് അടിച്ചിരിക്കുകയാണ്. ഇത്രയും ചെറുപ്പത്തിൽ തന്നെ ഫിയക്കുട്ടിയുടെ ലൈഫിൽ ഒരു വലിയ അച്ചീവ്മെന്റ് ആണ് ഇത്. ഇതാണ് നമ്മുടെ ഫിയക്കുട്ടിയുടെ അബാക്കസ് മിസ് കേട്ടോ. നമ്മുടെ ഫിയക്കുട്ടിയുടെ സ്കൂളിൽ 2 അബാക്കസ് മിസ്മാരുണ്ട്, ഗീതു മിസ്സും തസ്ലീമ മിസ് കേട്ടോ. ഗീതു മിസ് ആണ് ഫിയക്കുട്ടിയുടെ അബാക്കസ് പഠിപ്പിക്കുന്നത്. നല്ല ഹാർഡ് വർക്കിംഗ് ആൻഡ് ഫ്രണ്ട്ലി ടീച്ചേഴ്സ് ആണ് കേട്ടോ. ഈ ഒരു നാഷണൽ ലെവൽ അബാക്കസ് കോമ്പറ്റീഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനും ഫിയാക്ക് ഇത്രയും വലിയൊരു അംഗീകാരം കിട്ടാനും മെയിൻ കാരണം നമ്മുടെ ഗീതു മിസ്സിന്റെ ഒരു സപ്പോർട്ടും ഹാർഡ് വർക്കും ആണ് കേട്ടോ. നമ്മുടെ ലച്ചു കുട്ടിക്ക് 2nd പ്രൈസ് ഉണ്ട് കേട്ടോ. അതും കൂടി അറിഞ്ഞപ്പോൾ നമ്മൾ ഡബിൾ ഹാപ്പി ആയി. അപ്പോൾ ഗായ്സ് നമ്മുടെ അബാക്കസ് കോമ്പറ്റീഷനൊക്കെ കണ്ടിട്ട് ഞങ്ങൾ നല്ലോണം ഹാർഡ് വർക്ക് ചെയ്തിട്ടാണ് ഫസ്റ്റ് കിട്ടുന്നത്. ജസ്റ്റ് 3rd കിട്ടുന്നത്. പക്ഷെ അറിയാണ്ട് ഫസ്റ്റ് കിട്ടിയ അതുകൊണ്ട് എനിക്ക് ഭയങ്കര സന്തോഷമായി. അതെ ഗായ്സ്, നമ്മുടെ നാഷണൽ ലെവൽ അബാക്കസ് കോമ്പറ്റീഷൻ കഴിയുമ്പോൾ ഫിയ ഫസ്റ്റ് പൊസിഷനിൽ എത്തിയിട്ടുണ്ട്. അതില്ലേ ഇതിനെ മുന്നേ കൊടുങ്ങില്ലാതെ പോയപ്പോ പറവൂർന്നാണ് കുറേ കുട്ടികൾ ഇതാക്കിയത്. ഞങ്ങൾക്ക് മറ്റേ ഇതാണ് കിട്ടിയത് ചെറിയത്. പക്ഷെ ഇപ്രാവശ്യം ഞാൻ അതിനൊക്കെ വെട്ടിച്ച് ഫസ്റ്റ് പ്രൈസ് വാങ്ങിച്ച, അതും ഇന്ത്യയില്. അതെ ഗൈസ്, സ്കൂൾ ലെവൽ കോമ്പറ്റീഷൻ നമ്മൾ പോയപ്പോൾ നമുക്ക് വെറും കൺസലേഷൻ ആണ് കിട്ടിയത്. അപ്പോൾ ഫസ്റ്റ് 2nd 3rd ഒന്നും ഉണ്ടായില്ല, വെറും കൺസലേഷൻ ആയിരുന്നു നമുക്ക് കിട്ടിയത്. അപ്പോൾ അവിടെ നിന്ന് ഫിയ ഫസ്റ്റ് എത്തിയിരിക്കുകയാണ് അല്ലേ? യെസ്. ഓക്കെ, അപ്പോൾ ഫിയ ഇന്നലെ ജസ്റ്റ് ഒന്ന് വീണ്, ഫിയയുടെ കൈ കുത്തിയൊക്കെ വീണ് കൈയൊക്കെ വേദനയായി, അതൊക്കെ പ്രശ്നമൊക്കെ ആയിരുന്നു. സോഫയുടെ മുകളിൽ വീണിട്ട് അപ്പോൾ ചെയ്യാൻ പറ്റില്ല എന്നൊക്കെയായിരുന്നു വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അതൊന്നും ഒരു പ്രശ്നമല്ലാണ്ട് എന്ത് വന്നാലും നമ്മൾ ചെയ്യുന്നുള്ളൊരു തന്നെയായിരുന്നു. അപ്പോൾ അതിൽ നിന്നൊക്കെ നമ്മൾ ചെയ്ത് ഫസ്റ്റൊക്കെ എടുത്ത് ഒരുപാട് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ഫിയ ആണെങ്കിൽ. അപ്പോൾ അത്രയും ഹാർഡ് വർക്ക് ചെയ്തതിൻ്റെ ഒരു റിസൾട്ടാണ് നമുക്ക് ഇപ്പോൾ ഈ ഇതിൽ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായിട്ട് അവർ കിട്ടിയ കാരണം കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ഇത്ര ഹാപ്പി ആയിട്ട് നിൽക്കുന്നത്. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മുടെ കോമ്പറ്റീഷനൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഇനി ഫിയാക്ക് ചിലവൊക്കെ വേണമെന്നാണ് പറയണത്. ഫിയ നമുക്കാണ് ചിലവൊക്കെ ചെയ്യേണ്ടത്. അപ്പോൾ ഫിയാക്കൊരു സർപ്രൈസും കാര്യങ്ങളൊക്കെ നമ്മൾ വഴിയെ കൊടുക്കുന്നതായിരിക്കും. ഓക്കെ ഗൈസ്, അപ്പോൾ ഇന്ന് ഇതിൽ പറയാം. അപ്പോൾ ഗൈസ്, ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.